നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഗൂഗിൾ പേക്കകത്ത് ഒരു ഫീച്ചർ. സാധാരണ നമ്മളൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടി ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷേ പല ആളുകൾക്കും ഗൂഗിൾ പേക്കകത്ത് അറിയാത്ത ഒരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സ്കാൻ ആൻഡ് QR കോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കടകളിൽ പോയി സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും വാട്സപ്പിലോ ഒക്കെ അയച്ചു തന്നൊരു QR കോഡ്, അതായത് നമ്മുടെ ഗാലറിയിലുള്ളൊരു QR കോഡ് എങ്ങനെ സ്കാൻ ചെയ്യാമെന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അറിയില്ല. പല ആളുകൾ ഇതുപോലെ QR കോഡ് അയച്ചു തന്നാൽ ആ QR കോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ ഒരു QR കോഡിൻ്റെ ഭാഗം കാണിക്കും. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ ഇത് വാട്സപ്പിനകത്തുള്ള QR കോഡായിരിക്കും കാണാൻ സാധിക്കുക. ഇത് പല ആളുകളും അബദ്ധ കാരണത്താൽ വാട്സപ്പിലൂടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യും. പക്ഷേ വാട്സപ്പിനകത്തുള്ള UPI പേയ്മെൻറ്റുകൾ സെക്യൂർ അല്ല. ഏത് സമയത്തും നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആകുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് മൊത്തത്തിൽ കാലിയാകും. നമ്മുടെ ഗാലറിയിലുള്ളൊരു QR കോഡ് എങ്ങനെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സാധാരണ സ്കാൻ ചെയ്യുന്ന പോലെ സ്കാൻ ആൻഡ് QR കോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം അപ്ലോഡ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ. ഇത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗാലറി നമ്മുടെ ആ QR കോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജസ്റ്റ് ആ QR കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൽ ആ ഒരു QR കോഡിൻ്റെ ഭാഗം കാണിക്കും. ജസ്റ്റ് എത്രയാണോ പേയ്മെൻറ്റ് വേണ്ടതെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ അങ്ങ് ടൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ QR കോഡ് നമ്മുടെ ഗാലറിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു തന്നൊരു QR കോഡ് നമ്മുടെ ഗാലറി സേവ് ആയാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ വരുന്ന QR കോഡ് ഒരു ചാരിറ്റിക്കൊക്കെ വേണ്ടി നമ്മൾ പണം കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും QR കോഡാണ് വരിക. ജസ്റ്റ് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്യുകയോ ചെയ്താൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇതുപോലെ QR കോഡ് ഒന്ന് സെലക്ട് ചെയ്താൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.